18 വർഷത്തെ കാത്തിരിപ്പിനൊടുവിൽ കാസർകോട്ടെ അമ്മയും കുഞ്ഞും പ്രതിമ യാഥാർത്ഥ്യമാകുന്നു. ജില്ലാ പഞ്ചായത്ത് മുറ്റത്ത് കാനായി കുഞ്ഞിരാമൻ തീർക്കുന്ന ശില്പനിർമ്മാണം 2 മാസത്തിനകം പൂർത്തിയാക്കാനാണ് നീക്കം. 87-കാരനായ കാനായി കുഞ്ഞിരാമൻ 66-ാം വയസ്സിലാണ് കാസർഗോഡ് ജില്ലാ പഞ്ചായത്ത് വളപ്പിലെ ശില്പനിർമ്മാണം ആരംഭിച്ചത്. എൻഡോസൾഫാൻ ദുരിതബാധിതരുടെ വേദനയും കണ്ണീരും അടയാളപ്പെടുത്തുകയെന്ന ലക്ഷ്യത്തോടെ ജില്ലാ പഞ്ചായത്തിന്റെ സഹായത്തോടെയാണ് ശില്പനിർമ്മാണം ആരംഭിച്ചത്. അനന്തതയിലേക്ക് നോക്കി നിൽക്കുന്ന അമ്മയുടെ കയ്യിൽ 2 കുഞ്ഞുങ്ങളുടെ ദൈന്യതയാർന്ന മുഖം ശില്പത്തിലൂടെ ആവിഷ്കരിക്കുകയായിരുന്നു. 2006-ൽ ഇപ്പോഴത്തെ CPM ജില്ലാ സെക്രട്ടറി MV ബാലകൃഷ്ണൻ അന്നത്തെ കാസർഗോഡ് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റായിരിക്കെ ശില്പനിർമ്മാണത്തിന് തുടക്കമിടുമ്പോൾ 20 ലക്ഷം രൂപ അനുവദിച്ചു. 2011-ൽ MK മുനീർ മന്ത്രിയായിരുന്ന കാലത്ത് 20 ലക്ഷം രൂപ കൂടി ശില്പനിർമ്മാണത്തിനായി അനുവദിച്ചു. എന്നാൽ ശില്പനിർമ്മാണം എങ്ങുമെത്താതെ തുടർന്നു. സിമന്റും ഇഷ്ടികയും മണലും ചേർത്ത് 40 അടി ഉയരത്തിലാണ് അമ്മയും കുഞ്ഞും ശില്പം തീർത്തത്. അവശേഷിക്കുന്ന മിനുക്കുപണികൾ 2 മാസത്തിനുള്ളിൽ പൂർത്തിയാക്കണമെന്നാണ് കാനായിയുടെ ആഗ്രഹം. 3 മാസം വേണം, പക്ഷെ എങ്ങനെ തീർക്കാൻ നോക്കാം. എല്ലാം മാർച്ച് കിട്ടിയാൽ കൊള്ളാം, നോക്കാം എങ്ങനെയും. തുടങ്ങി കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരു കാശില്ല, അത് നിർത്തേണ്ടി വരും. ആദ്യഘട്ടത്തിൽ തുറസായ സ്ഥലത്ത് ഏവർക്കും കാണാനാകുന്ന രീതിയിൽ നിർമ്മിക്കാനായിരുന്നു തീരുമാനം. എന്നാൽ അടുത്ത കാലത്തായി ശില്പത്തിന് സമീപത്ത് 3 നില കെട്ടിടം പണിതതോടെ കാഴ്ച മറഞ്ഞു. ഈ കാര്യത്തിലെ നീരസം ശില്പി മറച്ചുവെക്കുന്നില്ല. കാഴ്ച വളരെയധികം ബാധിക്കുന്നുണ്ട്. ഇവിടെയുള്ള ഉദ്യോഗസ്ഥന്മാരും ജോലിക്കാരെല്ലാം ഇവിടെ വന്നിട്ട് ഇങ്ങനെ നോക്കണമല്ലോ എന്ന് തോന്നുന്നു. അത് ശങ്കർ എന്ന് പറഞ്ഞ ആർക്കിടെക്ട്, അയാളെ ബിൽഡിംഗ് കെട്ടുന്നത്, അയാൾ വലിയ അടുപ്പ് വന്നു. പക്ഷേ ഇങ്ങനെ ചെയ്ത് ശരിയല്ല, ഇപ്പം ഇങ്ങനെ നോക്കേണ്ടി വരും. അടുത്ത മാസം അവസാനത്തോടെ നിർമ്മാണം പൂർത്തിയാക്കി പ്രതിമ നാടിന് സമർപ്പിക്കാനുള്ള ഒരുക്കത്തിലാണ് കാനായിയും ജില്ലാ പഞ്ചായത്തും. ന്യൂസ് മലയാളം, കാസർഗോഡ്.